മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. Letter to Romans chapter 8 verse 23. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം മനുഷ്യൻ മരണാനന്തരം ആത്മീയ ലോകത്തിൽ ആത്മീയ ശരീരത്തോടുകൂടി തുടർന്ന് ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. പക്ഷെ മരണത്തോടെ ജീവിതത്തിന് സമ്പൂർണ്ണ വിരാമമിടുകയാണെന്ന് മരണക്കിടക്ക് കാണുമ്പോൾ നമ്മളൊക്കെ സംശയിച്ചു പോകും. മനുഷ്യൻ മരിച്ചാലും ജീവിക്കുമെന്ന് വിശുദ്ധ പൗലോസ് വിശ്വസിച്ചു. അത് നിദാനമായ കാരണങ്ങളിൽ ഒന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവം ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന ആദ്യദാനവും മുൻ അനുഭവവുമാണ്. ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവന്റേതല്ലാത്ത ആത്മീയ ശക്തി ലഭിക്കുന്നതിനാൽ ഭാവിയിൽ നമ്മുടെ ആത്മാക്കൾ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ആത്മീയ അനുഭവം സമ്പൂർണമായി ലഭിക്കുമെന്ന് നിശ്ചയിക്കും. കോഴിമുട്ടകൾ അടവെച്ചാൽ 21-ാം ദിവസം ജീവനുള്ള കുഞ്ഞുങ്ങൾ പുറത്തു വരും. അതിന്റെ തലേന്നാൾ മുട്ടകൾ നമ്മുടെ ചെവിയോടടുപ്പിച്ചാൽ നേരിയ ഒരു ശബ്ദം മുട്ടയ്ക്കുള്ളിൽ നിന്നും കേൾക്കാം. അടുത്ത ദിവസം മുതൽ ജീവിക്കാനുള്ള അന്തരീക്ഷത്തിന് ചേർന്ന ശക്തികൾ മുട്ടയ്ക്കുള്ളിലെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ ആത്മാവിന്റെ നേരിയ ശബ്ദം നമ്മളിലുള്ളത് ഭാവിയിലെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ അനുഭവം. ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന നമുക്ക് ആത്മീയ അനുഭൂതികൾ ലഭിക്കുന്നതിനാൽ അതിന്റെ പൂർണ്ണതയായി ആത്മീയ ശരീരത്തോടെ ഒരാത്മീയ മണ്ഡലത്തിൽ ജീവിതം തുടരും എന്ന് വ്യക്തമാണ്. ആത്മീയ അനുഭവം നമുക്കുണ്ടെങ്കിൽ നിത്യതയ്ക്കായി നാം ഒരുക്കപ്പെടുകയാണ്. ഭൗതികരായി ജീവിക്കാൻ ആത്മീയതയോടെ ജീവിക്കുമ്പോൾ അത് നമുക്ക് ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടാവുക. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിശ്വം ശിവയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടാകും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.